ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ അടിസ്ഥാന പാഠാവലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് ടീച്ചർ ആദ്യത്തെ പാഠവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടിസ്ഥാന പാഠാവലിയാണ് മലയാള സെക്കൻഡില്. അപ്പോ മലയാള സെക്കൻഡില് ഏതൊക്കെ പാഠങ്ങൾ ഉണ്ട് അല്ലെ, ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ, എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ടീച്ചർക്ക് പറഞ്ഞു തരാനുണ്ട്. അത് ഇനിയുള്ള വീഡിയോകളിലായിട്ട് ടീച്ചർ ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ടെക്സ്റ്റ് മാറിയതിന്റെ യാതൊരു ടെൻഷനും പേടിയൊന്നും നിങ്ങൾക്ക് ഇനി വേണ്ട കേട്ടോ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സൈല നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ യൂണിറ്റ് അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങിയോ? ഇങ്ങനെയുള്ള അല്ലെ നമ്മുടെ ആദ്യത്തെ യൂണിറ്റും ഇങ്ങനെയുള്ള ഭാഗമൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അപ്പൊ നമുക്ക് 3 പാഠഭാഗങ്ങളാണ് നമ്മളുടെ അല്ലെ ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? കതിർചൂടും നാടിൻ പെരുമകൾ, അതില് ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന അല്ലെ ഒരു കവിതയുണ്ട്. കുമ്മാട്ടി എന്ന് പറയുന്ന 2ാമത്തെ പാഠഭാഗം, വിത്ത് എന്ന മഹാത്ഭുതം അല്ലെ. ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കൂ മക്കളെ, നമ്മൾ പലപ്പോഴും അല്ലെ നമ്മൾ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയാറുണ്ട്? ഒരു കാർഷിക അല്ലെ കൃഷിയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ എന്തിനെ കുറിച്ച് പറയാറുള്ളത്? കേരളത്തെ കുറിച്ച് പറയാറുള്ളത് അല്ലെ. അങ്ങനെ വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളും നിരന്ന് കിടക്കുന്ന തെങ്ങിൻ തോപ്പുകളൊക്കെ ആയിട്ട് ഭയങ്കര ഹരിതാപമായിട്ട് അല്ലെ, പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭയങ്കര മനോഹരമായിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത് കേരളം എന്ന് പറയുന്നത് അല്ലെ. കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും എവിടെയുണ്ട്? കേരളത്തിലുണ്ട്. നല്ല വെള്ളം അല്ലെ, അതിനനുസരിച്ചുള്ള കാലാവസ്ഥ, മഴ നന്നായിട്ട് കിട്ടും, നമുക്ക് വെയിൽ നന്നായിട്ട് കിട്ടും അല്ലെ. അങ്ങനെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് കേരളം എന്ന് പറയുന്നത്. നമ്മളുടെ പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ അല്ലെ, നമ്മുടെ അച്ചച്ചന്മാരും മുതുമുത്തച്ഛന്മാരും ഒക്കെ എങ്ങനെ ജീവിച്ചവരാണ്? അവരുടെ നിത്യവൃത്തി അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? കൃഷി തന്നെയായിരുന്നു. ഇങ്ങനെ ഒരുപാട് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകൾ അല്ലെ, സ്വന്തമായ ഒട്ടനവധി കൃഷി അറിവുകൾ നമുക്കുണ്ടായിരുന്നു അല്ലെ. കാർഷിക വൃത്തിയിലൂടെ സമൃദ്ധമായിട്ടുള്ള നാടുകളും കൃഷി സമ്പ്രദായത്തെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അതുകൊണ്ട് തന്നെ പഠിച്ചിരിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മളുടെ പഴയ തലമുറയെ കുറിച്ച് അവരാർജിച്ച ഒരുപാട് അറിവുകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അറിയേണ്ടതുണ്ട്. ഏറ്റവും പുതിയ കാലത്ത് നമ്മളോട് ഇപ്പൊ ആവണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 90% അല്ലെങ്കിൽ 99% ആളുകളും അല്ലെ നല്ല വൈറ്റ് കോളർ ജോബ്, അതായത് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, CA കാരനാവണം, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ എവിടെയെങ്കിലും പോകണം, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക അല്ലെ. പക്ഷെ നമ്മൾ ആരും എന്ത് പറയാറില്ല, നല്ലൊരു കൃഷിക്കാരനാവണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കൃഷി ചെയ്യണമെന്നോ ഒന്നും നമ്മൾ ആഗ്രഹിക്കാറും അങ്ങനെ ഒരു പ്രൊഫഷനൊന്നും വളരെ വിരളമായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത് അല്ലെ. പുതിയ കാലത്ത് നമ്മൾ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പച്ചക്കറികളും അതേപോലെ അരിയും അല്ലെ ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്തിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ കഴിക്കുന്നത് അല്ലെ. അപ്പൊ അതേപോലെ ഒരു ദിവസം ഇപ്പൊ ഒരു പണിമുടക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാഹന പണിമുടക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീർന്നു നമ്മളുടെ കഞ്ഞികൂടിയൊക്കെ അവിടെ തീരുകയാണ് അല്ലെ. അതേപോലെ ഓണക്കാലത്ത് ആവുന്ന സമയത്ത് ഇപ്പൊ പൂക്കൾ അല്ലെ ഒക്കെ എന്ത് ചെയ്യുന്നതാണ്, പുറത്തുനിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലാത്തൊരു കാലം എവിടെ ഉണ്ടായിരുന്നു? കേരളത്തിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത്തരം മനോഹരമായിട്ടുള്ളൊരു കാലത്തെ കൃഷിയോർമ്മകളെ കുറിച്ച്, കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ വിളിച്ചോതുന്ന കുറച്ച് പാഠഭാഗങ്ങളാണ്, 3 പാഠഭാഗങ്ങളാണ് നമുക്ക് ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഒന്ന് നോക്കൂ മക്കള്, കേരളക്കരയിലെ ഗ്രാമഭംഗിയും ഗ്രാമ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് ആദ്യത്തെ നമ്മളുടെ കവിതാഭാഗം. ഏതാണ് കവിതയുടെ പേര്? ഗ്രാമശ്രീകൾ. ആരാണ് കവിത എഴുതിയെന്ന് മക്കൾക്കറിയാമോ? കടത്തനാട്ട് മാധവി അമ്മയാണ് അല്ലെ. ആരാണ് കവിത എഴുതിയത്? കടത്തനാട്ട് മാധവി അമ്മയുടെ കവിതയാണ് ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന നമ്മളുടെ കവിതാഭാഗം. മനസ്സിലായോ? കർഷക സ്ത്രീകളാകുന്ന ഗ്രാമശ്രീകളുടെ കയ്യിൽ അല്ലെ, ആ കൈകൾ ചെളിയിൽ പണിയുന്നതും അതേപോലെ ഞാറ് നടുന്നതും ഒക്കെ എന്ത് ചെയ്യാണ്, കാവ്യാത്മകമായിട്ടാണ് ആര് അവതരിപ്പിക്കുന്നത്? കടത്തനാട്ട് മാധവി അമ്മ നമ്മളുടെ കവിതയിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ വയലുകളിലൊക്കെ കൃഷിയൊക്കെ അല്ലെ നടത്തുന്ന അമ്മമാരെയും എന്താ പറയുക പഴയ തലമുറയിലുള്ള അല്ലെ അമ്മമ്മമാരും ഒക്കെ അതിങ്ങനെ നെല്ലും അല്ലെ പച്ചക്കറികളും ഒക്കെ ഇങ്ങനെ വയലിൽ ഇങ്ങനെ കൂട്ടമായി നിന്ന് ആഘോഷത്തോടെ എന്ത് ചെയ്തിരുന്നു, ഒരു കാലത്ത് ഇങ്ങനെ കൃഷി ആസ്വദിച്ച് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഇന്ന് വയലുകൾ എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിങ്ങുകൾ അല്ലെ, വയലൊക്കെ നികത്തി അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ ആവുന്നു. അതേപോലെ അല്ലെ വയലുകളൊക്കെ എന്താണ്, വെറുതെ തരിശായി കിടക്കുകയാണ്, ആരും
കൃഷി ചെയ്യാനും അല്ലെ അതേപോലെ നെല്ലുണ്ടാക്കാനോ അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടാക്കാനോ ആർക്കും ഇപ്പൊ സമയമില്ല. നമ്മൾ അങ്ങനെയുള്ള നെൽകൃഷികളും പഴയ കാലത്ത് ആഘോഷപൂർവ്വം നടത്തിരുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കാറേ ഇല്ല അല്ലെ. പലപ്പോഴും കൃഷി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ നെൽകൃഷിയുടെ കാലം എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുടെ കാലം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കഥയായിട്ട് പറഞ്ഞു തന്ന ഓർമ്മകളായിരിക്കും ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാവും അല്ലെ. ഇപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് പല ആളുകൾക്കും എന്താണ് അത്തരത്തിലുള്ള ഓർമ്മകളായിരിക്കാം ഉണ്ടാവുക അല്ലെ, കേട്ടിട്ടുള്ള അറിവുകളാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരു കാലഘട്ടം അല്ലെ കേരളത്തില് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് അല്ലെ, അന്നത്തെ സ്ത്രീകൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി അല്ലെ, ഇതേപോലെ എന്താണ് കർഷക സ്ത്രീകള് അല്ലെ, ഗ്രാമസ്ത്രീകൾ എന്നാണ് വിശേഷിപ്പിച്ചത് കടത്തനാട്ട് മാധവിയമ്മ അത്തരത്തിലുള്ള സ്ത്രീകളെ വിശേഷിപ്പിച്ചത് അല്ലെ. അവരിങ്ങനെ അല്ലെ മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് അല്ലെ, അരിവാളൊക്കെ എടുത്ത് ഇങ്ങനെ വയലിൽ നെല്ല് കൊയ്യാനും അതേപോലെ ഞാറ് നടാനും അതിനെ പരിചരിക്കാനൊക്കെ പോയിരുന്ന ആ കാഴ്ചയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഗ്രാമസ്ത്രീകൾ എന്ന് പറയുന്ന പാഠഭാഗത്ത് വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാറ് നടുന്നതും എന്താണ് അത് കൊയ്യുന്നതും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്, നമ്മളുടെ കവയിത്രി ചെയ്യുന്നത്. കൃഷിയുടെ മഹത്വം എന്ത് ചെയ്യാണ് ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെ, കൃഷി എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് കാണിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ് അതിനൊരു കലാസൃഷ്ടിയാണ് അല്ലെ. നമ്മുടെ കൃഷി എന്ന് പറയുന്നത് എന്താണ്, അതൊരു കലാസൃഷ്ടിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു സന്ദേശവും എന്ത് ചെയ്യാണ് ഈ കവിത നമുക്ക് നൽകുകയാണ്. അപ്പൊ കൃഷി എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെടി നടുന്നതും അത് അല്ലെ, ഒരു നെൽകൃഷിയാണെങ്കിൽ നെല്ല് നടുന്നതും വിത്ത് നടുന്നതും അത് ചെടിയായി വരുന്നതും അതിന്റെ മേലിൽ പിന്നെ എന്ത് ചെയ്യുന്നു നെല്ലുണ്ടാവുന്നതും അല്ലെ, അത് വളരെ മനോഹരമായിട്ടൊരു കലാസൃഷ്ടി പോലെയാണ് അല്ലെ. ഇപ്പൊ ഒരു കല എന്ന് പറയുന്നത് കലാകാരൻ നിർമ്മിച്ചെടുക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ഒരു പ്രതിമ ശില്പം ഉണ്ടാക്കുകയാണെങ്കിൽ കലാകാരന്റെ എന്താണ് ഭാവനയ്ക്കനുസരിച്ച് അയാൾ നിർമ്മിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് എന്ത് കൃഷി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള അല്ലെ ഒരു കലയാണ് എന്നാണ് ആര് പറയുന്നത്, മാധവിയമ്മ നമ്മളുടെ ഈ ഒരു ഗ്രാമശ്രീ എന്ന് പറയുന്ന കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഈ കവിതയിൽ നൽകുന്നത്. അടുത്ത പാഠം എന്ന് പറയുന്നത് കൃഷി ഉടലെടുത്ത കാലം മുതൽ എന്ത് ചെയ്യുന്നുണ്ട് കാർഷിക സമൃദ്ധി ഉണ്ടാവാനും അല്ലെങ്കിൽ ഈ കൃഷി ചെയ്യുന്ന ആ ഒരു ഇടവേളകൾ ഉണ്ടാവില്ലേ, ഭയങ്കരമായിട്ടുള്ള വെയിലത്തൊക്കെ ജോലി ചെയ്ത് എന്താണ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നല്ല പാട്ടുകളൊക്കെ പാടി അല്ലെ ആ ഇടവേളകളെ മനോഹരമാക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അല്ലെ ആഘോഷങ്ങൾ കൃഷിയിടങ്ങളിൽ അല്ലെ ഇങ്ങനെ നാട്ടറിവുകളൊക്കെ എന്ത് ചെയ്തിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നു. അങ്ങനെ നൈസർഗികമായിട്ടുള്ള ഇത്തരം കലാരൂപങ്ങൾ അവിടുത്തെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പൊ കൃഷിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അവരൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു കുറച്ച് പാട്ടുകൾ പാടുകയും നൃത്തം ചെയ്യുകയും ചെറിയ ചെറിയ കലാരൂപങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു, നാടകങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ കലാരൂപങ്ങൾ അല്ലെ കൃഷിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാർഷിക ഉത്സവമായിട്ടുള്ള കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു കാർഷിക ഉത്സവമുണ്ട്. ഇപ്പൊ ടീച്ചർ അത് പറയുമ്പോൾ ചില കുട്ടികൾക്ക് അല്ലെ, അപ്പൊ എന്താണ് തെക്കൻ ഭാഗത്തേക്കുള്ള ആ ഒരു പ്രദേശത്തിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, അവർ കണ്ടിട്ടുണ്ടാവും അല്ലെ കുമ്മാട്ടി രൂപത്തെയൊക്കെ കണ്ടിട്ടുണ്ടാവും. വടക്കൻ ഭാഗത്തേക്ക് എന്താണ് കുറച്ചുകൂടി അത് അത്ര അങ്ങ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കാണാത്തത് കൊണ്ട് അല്ലെ, അതങ്ങനെ ഇവിടെ സുലഭമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്ഷെ പല മക്കൾക്കും കുമ്മാട്ടി രൂപങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ കുമ്മാട്ടിയൊക്കെ നടത്താറുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുമ്മാട്ടി രൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഇനി നമ്മുടെ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഏത് കാലാവസ്ഥയെയും ഏത് രോഗബാധയും ചെറുക്കാൻ ശേഷിയുള്ള നെൽവിത്തിനങ്ങളുടെ വിപുലമായ ശേഖരം കേരളത്തിലുണ്ടായിരുന്നു. പല ടൈപ്പ് ഓഫ് ഒരു രീതിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു നെൽവിത്ത് മാത്രമല്ല നമുക്കുള്ളത്, പല രീതിയിലുള്ള നെൽവിത്തുകൾ നമുക്കുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ വലിയൊരു ശേഖരം തന്നെ എവിടെ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കൃഷി എന്ന വ്യവസ്ഥ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, നാടൻ നെൽവിത്തുകളുടെ കാവലാളായിട്ടുള്ള ചെറുവയൽ രാമനുള്ള പ്രസക്തി അല്ലെ. ചെറുവയൽ രാമൻ എന്ന് പറയുന്നത് ഈ നാടൻ വിത്തുകളെ സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള വിത്ത് എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന മൂന്നാമത്തെ പാഠം കേട്ടോ. മൂന്നാമത്തെ പാഠം ഏതാണ്, വിത്ത് എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന മൂന്നാമത്തെ പാഠഭാഗമാണ്. ഈ 3 പാഠഭാഗവും കൂടാതെ നമുക്ക് വിഷ്ണു നാരായണൻ നമ്പൂതിരി ആസ്വാദനം നടത്തിയിട്ടുള്ള ഗോദാമോദി പാട്ടിലെ വിത്ത് പൊലിപ്പാട്ട് എന്ന് പറയുന്ന ഒരു ഉപപാഠവും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ആദ്യത്തെ ഏതാണ്, നമ്മളുടെ കവിതാ ഭാഗമാണ്, ഗ്രാമശ്രീ
ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന നമ്മളുടെ കടത്തനാട്ട് മാധവി അമ്മ എഴുതിയിരിക്കുന്ന കവിതയാണ്. രണ്ടാമത്തത് വിത്ത് എന്ന മഹാത്ഭുതം എന്ന് പറയുന്ന ചെറുവയൽ രാമൻ അല്ലെ അദ്ദേഹത്തിന്റെ ആത്മകഥയിലുള്ള ഒരു ഭാഗമാണ്. രണ്ടാമത്തത് കുമ്മാട്ടിയാണ്. കുമ്മാട്ടി എന്ന് പറയുന്ന അല്ലെ ആ ഒരു കാർഷികോത്സവത്തെ കുറിച്ചുള്ള പാഠമാണ്. മൂന്നാമത്തതാണ് വിത്ത് എന്ന മഹാത്ഭുതം. നാലാമത് നമുക്ക് ഈ ഒരു ഉപപാഠമായിട്ടാണ് പഠിക്കാനുള്ളത് വിത്തുപൊലിപ്പാട്ട് എന്ന് പറയുന്ന ഉപപാഠമാണ്. അപ്പൊ ഇത്രയുമാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നോക്കിയേ മക്കളെ, അടുത്തത് ഗ്രാമശ്രീകളാണ്. ഏതാണ്? ഗ്രാമശ്രീകളാണ്. ആരാണ് എഴുതിയതെന്ന് ടീച്ചർ പറഞ്ഞു. ആരാണ്? കടത്തനാട്ട് മാധവിയമ്മ. ഓക്കെ, കടത്തനാട്ട് മാധവി അമ്മയെന്ന് ആണ് എഴുതിയിരിക്കുന്നത്. 1909 അവർ ജനിക്കുന്നത്. 1999 മരണം. കണിക്കൊന്ന എന്ന് പറയുന്ന കൃതിക്ക് മലയാള നാടിന്റെ മികച്ച കവയിത്രിക്കുള്ള അവാർഡൊക്കെ നേടിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആര്? കടത്തനാട്ട് മാധവിയമ്മ. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളുണ്ട് കേട്ടോ. മാലതി എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ ആദ്യകാലത്തൊക്കെ കൃതികൾ എഴുതിയിരുന്നു. പിന്നെ ജീവിത തന്തുക്കൾ, കണിക്കൊന്ന, കാവ്യോപഹാരം, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കവിതകളൊക്കെ മാധവിയമ്മ എഴുതിയിട്ടുണ്ട് കേട്ടോ. കടത്തനാട്ട് മാധവിയമ്മ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിത അല്ലെ, എന്താണ് ഈ കവിതയിൽ പഠിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും കേരളത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമുക്കറിയാം, നമ്മൾ കേരളം അല്ലെ, കേരളം അങ്ങനെയാണ്, കേരളം ഇങ്ങനെയാണ്, കേരളത്തിൽ നിറയെ പച്ചപ്പാട്, ഹരിതാവാണ്, കൃഷിയാണ് അല്ലെ, കേരളം ഇങ്ങനെ അല്ലെ ഇടതിങ്ങി തെങ്ങുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണെന്ന്, കേരവൃക്ഷങ്ങൾ അല്ലെ കേരളം എന്നുള്ള പേര് തന്നെ നമുക്ക് ആലോചിക്കാം. പിന്നെ ഒരു ഭാഗത്ത് കടലുണ്ട്, മലനിരകളുണ്ട്, അങ്ങനെ നല്ല മഴ ലഭിക്കുന്നു, നല്ല കാലാവസ്ഥയാണ്, കഥകളിയൊക്കെ നമ്മൾ ചേർത്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ നമ്മൾ എന്തിനെ ചേർത്ത് വെക്കാറുണ്ട്? കേരളത്തെ ചേർത്ത് വെക്കാറുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ചേർത്ത് വെക്കുന്ന കാര്യം എന്താണ്? കൃഷിയാണ് അല്ലെ. അത്ര മനോഹരമായ രീതിയിൽ ആളുകൾ ആടിയും പാടിയും വളരെ ഉത്സാഹത്തോടു കൂടെ അല്ലെ ഒരു ഉത്സവമാക്കി എന്ത് ചെയ്തിരുന്നു? ഈ കാർഷിക വൃത്തിയെ അല്ലെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഒരു കാലഘട്ടത്തിൽ അല്ലെ. അപ്പൊ നാടിന്റെ സംസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? കൃഷി എന്ന് പറയുന്നത്. അങ്ങനെ കൃഷിയാണ് അല്ലെ. നാടോടിയായിട്ട് പല സ്ഥലങ്ങളിൽ കിടക്കുകയും ഉറങ്ങുകയും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അലഞ്ഞ് ജീവിച്ചിരുന്ന മനുഷ്യനെ ഒരിടത്ത് താമസിപ്പിച്ച് അല്ലെ കുടുംബമുണ്ടാക്കി അങ്ങനെ ഏകോപിപ്പിച്ചിട്ടുള്ളത് എന്താണ്? കൃഷിയാണ്. കൃഷിക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യർ എന്ത് ചെയ്തത്? ഒന്നിച്ച് താമസിക്കുകയും അല്ലെ കുടുംബമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം പല സ്ഥലത്തേക്ക് പോയാൽ കൃഷി നഷ്ടപ്പെട്ടു പോവില്ലേ? അപ്പൊ കൃഷിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിലേക്കൊക്കെയുള്ള ജീവിതത്തിലേക്ക് ആര് വരുന്നത്? മനുഷ്യൻ രൂപപ്പെടുന്നത് കേട്ടോ. അപ്പൊ കൃഷി എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ നമ്മളുടെ ഈ പാഠഭാഗത്തിൽ അല്ലെ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ എന്താണ് പഠിക്കാനുള്ളത് നോക്കിയേ മക്കള്. കേരളത്തിന്റെ ഗ്രാമ തേജസ്സിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് പ്രകൃതിയും മനുഷ്യനും ഗ്രാമജീവിതവും സാധാരണക്കാരുടെ അനുഭവങ്ങളും ജീവിത പ്രശ്നങ്ങളൊക്കെ പ്രമേയമാക്കിക്കൊണ്ട് കടത്തനാട്ട് മാധവി അമ്മ രചിച്ച കൃതികളിൽ ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഗ്രാമശ്രീകൾ, എന്റെ സ്വപ്നം ഗ്രാമലക്ഷ്മി, ആശംസ, ഭാരതാംബ, മാവേലി തമ്പുരാൻ, ഓമനയോട്, കവിത, താളം പിഴച്ച പാട്ട് എന്നിവയാണ് ഈ പറയുന്ന ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നോക്കിയേ, ഗ്രാമ സൗന്ദര്യത്തെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലെ. നമ്മളിപ്പോഴും ഇപ്പൊ കവിതകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തിൽ പാട്ടുകളൊക്കെ പഠിക്കുന്ന സമയത്ത് മക്കൾക്കറിയാം അല്ലെ, ഒരു ഗ്രാമത്തിന്റെ മനോഹാരിതയെ കുറിച്ച് നമുക്ക് എത്ര വർണ്ണിച്ചു കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ല അല്ലെ. അത്രയും എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അതിന്റെ ഇപ്പൊ ഗ്രാമത്തിന്റെ സൗന്ദര്യമായിട്ട് നമ്മൾ ഒഴുകുന്ന പുഴയെ കുറിച്ച് പറയും, അതിന്റെ കാടിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയും, പൂക്കളെ കുറിച്ച് പറയും, കൃഷിയെ കുറിച്ച് പറയും അല്ലെ. ഇങ്ങനെ ഭയങ്കര മനോഹരമായി പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണാറില്ലേ. ഇപ്പോഴും നമ്മൾ ടൂറൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഏത് സ്ഥലങ്ങളിലേക്കാണ്? ഇങ്ങനെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയൊക്കെയുള്ള പ്രകൃതിയുള്ള സ്ഥലത്തേക്കൊക്കെയാണ് നമ്മളിപ്പോൾ ടൂർ പോകാനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഗ്രാമ സൗന്ദര്യം അല്ലെ എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും നമ്മളുടെ കടത്തനാട്ട് മാധവി അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? വർണ്ണിച്ചിട്ടും മതിയാവുന്നില്ല അല്ലെ. ഇവിടെ ഗ്രാമശ്രീകൾ എന്ന പ്രശസ്തമായിട്ടുള്ള കവിതയിൽ കവയത്രി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവരെ ആദരിക്കുകയാണ് എന്തിലൂടെ ചെയ്യുന്നത്? ഗ്രാമശ്രീകൾ എന്ന് പറയുന്ന കവിതയിലൂടെ ചെയ്യുന്നത്. അവരെ ഗ്രാമശ്രീകളായി വാഴ്ത്തുകയാണ് അല്ലെ. ഈ കർഷക സ്ത്രീകളെ എന്ത് ചെയ്യാണ്? അവര് ഗ്രാമത്തിന്റെ സ്ത്രീകൾ അല്ലെ, ഗ്രാമത്തിന്റെ ഐശ്വര്യമായിട്ട് ആരെ മാറ്റുകയാണ്? ആരെ കാണുകയാണ്? ഈ കർഷക സ്ത്രീകളെ കാണുകയാണ്. കർഷക തൊഴിലാളികളായ ഇവരുടെ
കൃഷി എന്ന കലാസൃഷ്ടിക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നു? തൊഴുത് നിൽക്കുകയാണ് നമ്മളുടെ കവയിത്രി അല്ലെ. അപ്പൊ ഗ്രാമസ്ത്രീകളായിട്ടുള്ള കർഷക സ്ത്രീകൾ അല്ലെ നിർമ്മിച്ചിട്ടുള്ള കലാസൃഷ്ടികളാണ് എന്ത്? നമ്മളുടെ നെല്ല് അല്ലെങ്കിൽ കൃഷി എന്നാണ് ആര് പറയുന്നത്? മാധവിയമ്മ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമസ്ത്രീകൾ എന്ന് പറഞ്ഞ കവിത എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയണം മക്കളെ? കടത്തനാട്ട് മാധവിയമ്മ കർഷക സ്ത്രീകളായിട്ടുള്ള അല്ലെ തൊഴിലാളികളായ സ്ത്രീകളെ എന്ത് ചെയ്തതാണ്? ഗ്രാമത്തിന്റെ സ്ത്രീകളായിട്ട് വർണ്ണിക്കുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? അവര് നിർമ്മിച്ചിട്ടുള്ള കലാസൃഷ്ടിയായിട്ട് ആ കൃഷിയെ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മാറ്റുകയും അങ്ങനെ കാണുകയുമാണ് ഈ കവിതയിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കവിതയാണ് അല്ലെ. വളരെ വിശദമായിട്ട് എന്ത് ചെയ്യാം? ഇതിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ടീച്ചർ ഇനിയൊരു വീഡിയോയിൽ ടീച്ചർ പറഞ്ഞു തരുന്നതായിരിക്കും മക്കൾക്ക് അല്ലെ. ഇത്തരത്തിലുള്ള അല്ലെ അടുത്ത പാഠത്തിന്റെയും ഇതുപോലെയുള്ള പാഠഭാഗങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മാത്സും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് പലപ്പോഴും പല മക്കൾക്കും ഇപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അല്ലെ. സ്കൂളിൽ എടുത്ത് പോകുന്നതൊക്കെ എന്താണ്? അതിന്റെ കൂടെ നമുക്കൊരു ബാക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട് അല്ലെ ടീച്ചർമാരൊക്കെ മക്കളുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോ കേട്ടോ. മലയാളമൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരും പഠിക്കണം. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അടിപൊളിയായിട്ടിരിക്കുക. ഇനിയൊരു ക്ലാസ്സിൽ ഇനിയൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം കേട്ടോ. ബൈ.